കോൺഗ്രസിന് ഇരട്ടി മധുരം. ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്താണ് ഇത്തരത്തിലൊരു ഇരട്ടി മധുരം കോൺഗ്രസിനെ തേടിയെത്തുന്നത്. അതും ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനിരിക്കുന്ന സമയത്ത് നിതീഷ് കുമാറിന് കരണത്തടി എന്ന് തന്നെ പറയാം. അതും നിന്ന നിൽപ്പിലാണ് കിട്ടിയിരിക്കുന്നത്. രാജ്യം അത്യന്തം കലുഷിതമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോയപ്പോഴും വിദേശയാത്രയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മോദി ഡൽഹിയിൽ വിമാനമിറങ്ങി നേരെ പോയത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പരിപാടിയിലേക്കായിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല എന്നുള്ളതാണ്. ബി ജെ പിയുടെ സഖ്യകക്ഷിയായ NDA വിട്ട് 2 പേരാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത്. അതും മുതിർന്ന നേതാക്കൾ. പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇനി വെറും 1-2 മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് നിതീഷ് കുമാറിനും മോദിക്കും അപ്രതീക്ഷിതമായ അടി കിട്ടുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയും BJPയുടെ നേതൃത്വത്തിലുള്ള NDAയുമാണ് ബീഹാറിൽ ഏറ്റുമുട്ടുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തേക്ക് രാജ്യം കടന്നു വരുമ്പോൾ പോലും ഇന്ത്യ മുന്നണിയുടെ പാളയത്തിൽ ഉണ്ടായിരുന്ന നിതീഷ് കുമാർ പെടുന്നനെയാണ് NDA പാളയത്തിലേക്ക് ചേക്കേറിയത്. മുഖ്യമന്ത്രി കസേരയ്ക്ക് യാതൊരു ഇളക്കവും തട്ടാതിരിക്കാനുള്ള ആ നീക്കത്തിൽ നിതീഷ് വിജയം കണ്ടു എങ്കിലും ഭരണവിരുദ്ധ വികാരങ്ങൾ അലയടിക്കുമ്പോൾ ഇനിയും മുഖ്യമന്ത്രി കസേര നിതീഷിന് അത്ര എളുപ്പമാകില്ല. ഇവിടെ ജാതി സെൻസസ് പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ വോട്ട് പെട്ടിയിലാക്കാനുള്ള തന്ത്രങ്ങളൊക്കെ ഒരുക്കി വെക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴും 2 മുതിർന്ന നേതാക്കൾ ആ പാർട്ടിയും സഖ്യവും ഒക്കെ വിട്ട് കോൺഗ്രസിന് കൈകൊടുത്തു എന്ന വാർത്തയാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ബീഹാറിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. മുൻ BJP നേതാവ് അനിൽ സിംഗ്, JDU നേതാവ് ശംഭു പട്ടേൽ എന്നിവരാണ് കോൺഗ്രസിൽ ചേർന്നത്. കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് കുമാറിന്റെ സാന്നിധ്യത്തിലാണ് ഇരുവരും പാർട്ടിയിൽ അംഗത്വമെടുത്തതും. അനിൽ സിംഗിന്റേത് വീട്ടിലേക്കുള്ള മടങ്ങി വരവാണെന്ന് രാജേഷ് കുമാർ പറഞ്ഞു. അനിൽ സിംഗിന്റെ പിതാവ് രാം രാജേഷ് സിംഗ് കോൺഗ്രസ് സംസ്ഥാനം ഭരിക്കുമ്പോൾ മന്ത്രിയായിരുന്നു. ഇല്ലാതായ ചന്ദി നിയോജക മണ്ഡലത്തിൽ നിന്ന് 2 തവണ MLA ആയിട്ടുണ്ട് അനിൽ സിംഗ്. ഒന്ന് കോൺഗ്രസ് ടിക്കറ്റിലും മറ്റൊന്ന് പിന്നീട് JDU ആയി മാറി സമത പാർട്ടി ടിക്കറ്റിലുമായിരുന്നു. ശംഭു പട്ടേൽ JDU സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സംസ്ഥാനത്ത് കോൺഗ്രസിന് ആവേശം നൽകുന്നതാണ് ഇരു നേതാക്കളുടെയും വരവ്. RJD കോൺഗ്രസ് ഇടതു സഖ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് ആലോചനാ യോഗങ്ങൾ നടന്നു വരികയുമാണ്. അതിനിടയിലേക്കാണ് ഇപ്പോൾ ഒരു ഇരട്ടി മധുരം കോൺഗ്രസിനെ തേടിയെത്തുന്നത്.